വയനാട് ഫണ്ട് പിരിച്ചു മുക്കിയതിനു ശേഷം മുങ്ങി നടക്കുന്ന രണ്ടുപേരെ ഒരേ വേദിയിൽ കാണാനിടയായി. ഒരാൾ ഫണ്ട് മുക്കിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റാത്ത വ്യക്തിയും, മറ്റൊന്ന് 3 വീട് വാഗ്ദാനം ചെയ്തതിന് ശേഷം അതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാതെ പതുങ്ങി നടക്കുന്ന വ്യക്തികളും ഒരേപോലെ ഒരേ വേദിയിൽ വന്നു. കാര്യം, ഒരാളുടെ ഗോഡ് ഫാദർ മറ്റൊരാളാകുമ്പോൾ സ്വാഭാവികമായും ചേരേണ്ടടുത്ത് തന്നെ ചെന്ന് ചേരും എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. കണ്ടില്ലേ, വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനാണ്. ഈ കൊടുക്കുകയൊന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ ഡയലോഗ് അടിച്ച് നിൽക്കുക, പുതിയ വിഷയത്തിന് കാത്തിരിക്കുക. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർക്ക് എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുന്ന സന്ദർഭത്തിൽ അങ്ങ് വാരിക്കോരി അങ്ങ് പ്രഖ്യാപിക്കണം, പിന്നെ കൊടുക്കുകയേ ചെയ്യരുത്. അതായത് നമ്മൾ മറ്റു വിഷയങ്ങൾ എടുത്ത് ഫ്രണ്ടിൽ വെച്ച് ഈ വിഷയത്തെ ഓർക്കാത്ത രീതിയിലാക്കി തീർക്കണം. എവിടെയെങ്കിലും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കുത്തിപ്പൊക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യും പോലെ കുറച്ച് ദിവസത്തേക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ചോദ്യങ്ങളെ കേൾക്കാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുങ്ങി നടന്നാൽ മതി.